വിശദമായ വാർത്തയിലേക്കാണ്. നിയമസഭയിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറെ മറച്ച് ബാനർ ഉയർത്തി. ബാനർ പിടിച്ചു വാങ്ങാൻ വാച്ചാൻ വാർഡിന് സ്പീക്കറുടെ നിർദ്ദേശം. ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്കാൻ അങ്ങ് പറഞ്ഞോ. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ അവിടെ പിടിക്കാൻ പറ്റില്ല. ഇവിടെ പിടിക്കാൻ പറ്റില്ല. പിടിച്ചു വാങ്ങിക്ക്. അത് പിടിച്ചു വാങ്ങിക്ക്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇന്ന് നിയമസഭയിൽ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷം ഇന്ന് കടന്നത്. സ്പീക്കർ അടക്കം ബാനർ പിടിച്ചു വാങ്ങാനടക്കം വാച്ചാൻ വാർഡിന് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം വരെയാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിയമസഭാ സമ്മേളനം തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷം ബഹളത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും. അതിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ പരാമർശം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചെങ്കിലും അത് ശൂന്യവേളയിൽ ഉന്നയിക്കാമെന്ന മറുപടി നൽകിക്കൊണ്ട് തൽക്കാലം റൂളിംഗ് നൽകി അത് അവസാനിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷ. ഇതോടുകൂടി തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം നടുത്തളത്തിലേക്ക് നീങ്ങി. നടുത്തളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വാച്ചാൻ വാർഡ് അംഗങ്ങൾ എത്തി ഒരു പ്രതിരോധ നിര സ്പീക്കർക്കും പ്രതിപക്ഷാംഗങ്ങൾക്കും ഇടയിലായി തീർത്തു. അതിനിടയിലാണ് ബാനർ വീണ്ടും ഉയർത്താൻ ശ്രമിച്ചത്. ബാനർ ഉയർത്തി പ്രതിഷേധം തുടങ്ങിയതോടെ തന്നെ ബാനർ പിടിച്ചു വാങ്ങാൻ വാച്ചാൻ വാർഡിന് നിരവധി തവണ സ്പീക്കർ നിർദ്ദേശം നൽകി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒച്ചയും ബഹളമായതിനെ തുടർന്ന് ഭരണപക്ഷാംഗങ്ങൾ കൂടി നടുത്തളത്തിലേക്ക് നീങ്ങിയതോടെ തന്നെ പ്രശ്നം സംഘർഷം നിറയാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രി എം പി രാജേഷ് ഇടപെട്ട് ഭരണകക്ഷി അംഗങ്ങളെ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളിലേക്ക് അവരെ മടക്കി അയക്കുകയും ചെയ്തു. ഇപ്പോൾ ചോദ്യോത്തരവേള ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ശൂന്യവേളയാണ്. ശൂന്യവേളയിൽ ഇത്തവണയും അടിയന്തര പ്രമേയത്തിനൊന്നും തന്നെ നോട്ടീസ് നൽകിയിട്ടില്ല. പക്ഷേ പ്രതിഷേധം പഴയപടി തുടരാൻ തന്നെയാണ് ഇപ്പോഴും അംഗങ്ങളുടെ തീരുമാനം, പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം. ഒരു പക്ഷേ അല്പസമയത്തിൽ തന്നെ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും തുടരാൻ തന്നെയാണ് UDFന്റെ നീക്കം. അതിനിടയിൽ ഇന്ന് പുതിയ ഒരു ബാനറാണ് അവർ ഉയർത്തിയത്. അയ്യന്റെ സ്വർണം ചെമ്പാക്കിയ രാസവിദ്യ LDFന്റേതാണ് എന്ന് എഴുതിയൊരു ബാനർ ഉയർത്തിപ്പിടിച്ചിരുന്നു. അങ്ങനെ വലിയ തരത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഘടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒപ്പം ഈ ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഉയർത്തും പ്രതിപക്ഷം. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം മന്ത്രി എം പി രാജേഷ് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് ബോഡി ഷേമിംഗ് നടത്തിയിട്ടില്ല, മുഖ്യമന്ത്രി ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല, അനാവശ്യമായി പറയുന്ന ഇതാണ്. പ്രതിപക്ഷ നേതാവ് ഒരു ഗുണ്ടാ നേതാവിനെ പോലെ പറയുന്നു, കലാപത്തിന് ആഹ്വാനം നൽകുന്ന എം പി രാജേഷും പറഞ്ഞു. അങ്ങനെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം വാക്പോര് നടത്തുന്നതും ഇന്ന് സഭയിൽ കാണാമായിരുന്നു. ഇപ്പോൾ ചോദ്യോത്തരവേള ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ശൂന്യവേളയാണ്. ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം ഉണ്ടാകില്ല. ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് നേരിട്ട് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയും ചെയ്യും. ശരി, നിയമസഭയിൽ ഇന്നും പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറെ മറച്ച് ബാനർ ഉയർത്തിയ സാഹചര്യത്തിൽ ബാനർ പിടിച്ചു വാങ്ങാൻ വാച്ചാൻ വാർഡിനടക്കം സ്പീക്കർ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചപ്പോൾ ശൂന്യവേളയിലാകാമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ഇതേ തുടർന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.